വൈഷ്ണവി ആൻഡ് ഷരുൺ രാജ്. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മിക്ക ആൺകുട്ടികൾക്കും പെൺകുട്ടികളെ ഞാൻ വേർതിരിക്കുന്നു, എല്ലാവർക്കും അറിയാവുന്ന ഒരു കപ്പിളാണ്. ഇപ്പൊ തോന്നുന്നു സോഷ്യൽ മീഡിയ കപ്പിളാണെന്ന് നമ്മൾ ചിന്തിക്കും. സോഷ്യൽ മീഡിയ കപ്പിൾ തന്നെ, പക്ഷെ കപ്പിളിന് മുമ്പിൽ ഒന്നും നമുക്ക് ചേർക്കേണ്ട ഒരു ചെറിയ വേർഡ് ഈ സമയത്ത് പറയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ പ്രശസ്തരായ പോൺ കപ്പിളായി മാറിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രശസ്തരായ എന്നല്ല, പ്രൊഫഷണലായി ചെയ്യുന്ന ആദ്യത്തെ മലയാളി പോൺ കപ്പിൾ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. പ്രൊഫഷണൽ വീട്ടിലെ സ്വകാര്യ കാര്യങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു വെച്ച് കാണിക്കുന്നതിനാണോ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് കാണിച്ചോണ്ടിരുന്ന സണ്ണി ലിയോൺ, സണ്ണി ലിയോണെ എന്തോരം കൂക്കുവിളി കൂകിയ മലയാളികൾ ഇപ്പോഴും കൈവെള്ളി കൊണ്ടു നടക്കല്ലേ. നാളെ ഒരു കാലത്ത് ഇവര് പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് ചാരിറ്റി വർക്കൊക്കെ ചെയ്ത് കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് കഴിയുമ്പോൾ ഇവരെ ഇതുപോലെ ഒക്കെ കൊണ്ട് നടക്കും. സത്യത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് നമ്മുടെ പാവം ഷക്കീലേക്ക് ഓർമ്മ. എന്തോരോ അതുങ്ങളെ ക്രൂശിച്ചൊരു നാടാണ് നമ്മുടെ, എന്തോരോ സദാചാര ഒളികളായിരുന്നു നമ്മുടെ. ഈ സദാചാര ഒളികളുടെ ആക്രമണം ഇവർക്ക് വൈഷ്ണവിക്കും ഈ പറയപ്പെടുന്ന എന്താണ് പേരെന്താ ഷരുൺ രാജ്, ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോഴും ഉണ്ട്. ഈ സദാചാര ഒളികൾ ഇപ്പോഴും കമന്റ് ഇടുന്നുണ്ട്, മോശമാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ താഴെ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ചോദിക്കാൻ വയ്യാത്തതുകൊണ്ട് ലോഗൌട്ട് ചെയ്തിട്ട് ഫേക്ക് അക്കൗണ്ടിൽ കയറിയിട്ട് ഈ വീഡിയോയുടെ ലിങ്കും ചോദിക്കുന്നുണ്ട്, ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്. മലയാളികളല്ലേ ശാരിക? അപ്പൊ നോക്കൂ ശാരിക, ഇവര് പോൺ സ്റ്റാർസ് ആയിട്ടാണ് ഈ വീഡിയോ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതിനിപ്പോ എന്താ പറയുന്നത്? ഇപ്പൊ എന്താ നോക്കൂ, എല്ലാവരും കാണുന്ന ഒരു സാധനം, ആൺ പെൺ ഭേദമന്യേ ഈ ഇത് ചെയ്ത് നോക്കൂ. ലൈംഗികത എന്ന് പറയുന്നത് ആഹാരം പോലെ, ഭക്ഷണം പോലെ, അല്ലെങ്കിൽ വെള്ളം പോലെ മനുഷ്യന് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ്. അപ്പോ ഇതിന് ഒരുപക്ഷെ സ്ത്രീ സമ്പർക്കം ലഭിക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ പുരുഷ സമ്പർക്കം ലഭിക്കാതെ വരുമ്പോൾ സ്വയമേ ആശ്വാസം കണ്ടെത്താൻ വേണ്ടി പ്രക്രിയ ചെയ്യുമ്പോൾ അതിനൊരു സപ്പോർട്ടീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളുകളാണല്ലോ ഈ പോൺ വീഡിയോസ്. അപ്പോൾ സ്വാഭാവികമായും പോൺ സൈറ്റുകളിൽ ഈ വീഡിയോ ലഭ്യമാകുമ്പോൾ കാണും. പക്ഷേ ഇത് ചില നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലുകൾ ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് ഈ കപ്പിൾസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇവർ എവിടെയോ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് തിരക്കിപ്പോഴാണ് ഇവർ ആരാണ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇവര് വളരെ പ്രൊഫഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഇവരുടെ വീഡിയോകൾ ലഭ്യമാകുന്നത്. ഈ ആപ്ലിക്കേഷനിൽ പൈസ അടച്ചു വേണം ഈ വീഡിയോ കാണാൻ. അപ്പോ ഇത് കാണാൻ ആളുള്ളത് കൊണ്ടാണല്ലോ ഇവരിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില വേന്ദ്രന്മാർ ഈ വീഡിയോ എങ്ങനെയൊക്കെയോ ഡൗൺലോഡ് ചെയ്ത് പോൺ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താണ് തെറ്റ്? അവരുടെ ഇഷ്ടമല്ലേ, അവരെന്ത് പ്രവൃത്തി ചെയ്യണം? അത് അവരൊരു തൊഴിലായി സ്വീകരിച്ചതാണെങ്കിൽ എന്താണ് തെറ്റ്? അല്ല, അപ്പം ഞാൻ തൊഴിലായി സ്വീകരിച്ചതാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ വേശ്യാവൃത്തി നിയമ അനുസൃതമാക്കാൻ പറയുമ്പോൾ അതിനെതിരെ കൂക്കി വിളിക്കുന്നവന്മാരാണ്, വേശ്യകളെന്ന് പച്ചയ്ക്ക് വിളിക്കുന്നവന്മാരാണ് നമ്മുടെ സദാചാര ഒളികൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്ന് പറയുന്ന പ്രബുദ്ധ സമൂഹം എന്ന് പറയുന്നത്. അവർ വൃത്തിയായ ജോബാണ് അവിടെ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രൊഫഷണലാണ്. കാരണം അവര് ഒരു മുറിക്കകത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരില്ലാത്ത സ്ഥലത്തോ സ്വകാര്യതകളിൽ ചെയ്യുന്ന ഒരു സംഭവം. അത് ഈ പ്ലഷറിന് വേണ്ടി, ലൈംഗികത എന്ന് പറയുന്നത് പ്ലഷറിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. അത് ഓരോരുത്തരുടെയും പരമാവകാശം തന്നെയാണ്, അത് അവരുടെ ഇഷ്ടമാണ്. അത് അവര് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വേശ്യകളെന്ന് പച്ചയ്ക്ക് പുച്ഛിച്ച് പറയുന്ന ആൾക്കാർ എങ്ങനെയാണ് ഇവരെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കും? ഈ വേശ്യാവൃത്തി ചെയ്യുന്നവർ ഒരാളുമായിട്ടല്ല തങ്ങളുടെ ശരീരം പങ്കിടുന്നത്. പുരുഷ വേശ്യമാരുമുണ്ട്, സ്ത്രീ വേശ്യമാരുമുണ്ട്. അവർ അവരുടെ ഇഷ്ടമല്ല. ഇപ്പൊ രാഹുൽ പറഞ്ഞ ഇഷ്ടമാണ്. അത് പണത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പോഴാണ് പ്രശ്നമാകുന്നത്. പണത്തിന് വേണ്ടി ശരീരം വിൽക്കുമ്പോഴാണ് ഇവിടെ നിയമവിരുദ്ധമല്ലാതായി. പണ്ട് ഹോട്ടൽ റൂമുകളിൽ റെയ്ഡ് നടത്തി ലിവിംഗ് ടുഗദറിലൊക്കെ ഉള്ള ആളുകളൊക്കെ തൂക്കിക്കൊണ്ട് പോകുമായിരുന്നു. ഇപ്പൊ ചെയ്തില്ല. എന്താ നിയമപരമായിട്ട് ഒരാൾ പ്രായപൂർത്തിയായ പെണ്ണിനുമാണ് ഒരുമിച്ച് താമസിക്കാനും ജീവിക്കാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് മാറും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പണത്തിന് വേണ്ടി മാംസക്കച്ചവടം നടത്തുമ്പോഴാണ് അത് നിയമവിരുദ്ധമാകുന്നത്. ഇവര് പണത്തിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ഇവര് വേറെ ആളോടെ പോകുന്നില്ല. ഇവര് ഭാര്യയും ഭർത്താവും ആണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല. ഇവര് ഭാര്യയും ഭർത്താവ് പറഞ്ഞാൽ ഇന്നാൾ ഇതുപോലെ ഒരു കപ്പിളിനെ പൊക്കിയെടുത്തോണ്ട് പോകാൻ ഇതായിരിക്കാം. കാരണം ഇതിപ്പോ ഇത്രയും വൈറലായ സാധനമാണ്, ഇത്രയും ഫേമസ് ആയ സാധനമാണ്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ ഇവരുടെ കുട്ടിയുടെയൊക്കെ വീഡിയോ ഉണ്ട്. ഒരു പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, ഒരു കുട്ടിയുടെയൊക്കെ വീഡിയോ ഉണ്ട്. അപ്പൊ ഇവര് ഫാമിലിയായിട്ട് താമസിക്കുന്നവരാണ്. അവരവരുടെ വീട്ടിൽ അവരത് പിന്നെ അവര് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് മസാലയൊക്കെ ചേർത്ത് ഇത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക്, അതായത് അത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും അല്ലല്ലോ കൊടുക്കുന്നത്. അത് അത്രയും 18+ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനിലേക്ക് അവിടെ നിങ്ങൾക്ക് 18 വയസ്സുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് കാണാവൂ, ഇതിൽ സെക്ഷൽ കണ്ടന്റ് ഉണ്ട് എന്ന് പറഞ്ഞ മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അവർ കാണിക്കുകയാണ്. ഇതിനെവിടെയാണ് തെറ്റുണ്ടാവുന്നത്? ഇത് തെറ്റെന്ന് പറയുമ്പോൾ ഞാൻ ഇതിന് ലൈംഗികത തെറ്റല്ല, അത് ആസ്വദിക്കുന്നതും തെറ്റല്ല. ഈ പറയുന്ന നമ്മുടെ സമൂഹത്തെയാണ് നമ്മൾ കൺസേൺ ചെയ്യുന്നത്. സമൂഹം എന്ന് പറയുമ്പോൾ ഞാനും രോഹിത്തും മാത്രം അടങ്ങിയതല്ല, നമ്മുടെ വരും തലമുറകൾ വരുന്നൊരു സമൂഹമുണ്ട്. ഈ പറയുന്ന തെറ്റായ രീതിയിലെന്നല്ല പറയുന്നത്. ഈ പോൺ സൈറ്റുകൾ ഒരുപാട് നിരോധിച്ചിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ. ഒളിച്ചും പാത്തും ഡാർക്ക് സൈറ്റുകളിലൂടെയൊക്കെയാണ് ആൾക്കാർ മിക്ക പോൺ സൈറ്റും അടിച്ചു കൊടുത്ത് നമുക്ക് ലഭ്യമല്ല, പ്രത്യേകിച്ചും ആപ്പിളിലൊക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള സൈറ്റുകൾ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടി വരുന്ന പഠനത്തിന്റെ ഭാഗമായി
നോക്കുന്നു എന്ന് പറയാൻ ഞാൻ ആളൊന്നുമല്ല. മനുഷ്യരല്ലേ ശരി, ആയിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ. ഞാനൊന്ന് ചോദിക്കുന്ന പോലെ ഇങ്ങനെയുള്ള ഈ പോൺ സൈറ്റുകളുടെ, അതായത് നമ്മുടെ നാടിന്റെ ഒരു മൂല്യച്യുതിയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. എന്ത് തോന്നിയവാസവും സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ കാണിക്കാമെന്നൊരു അഹങ്കാരം നമ്മുടെ പുതുതലമുറയ്ക്ക്. ശരി, ഇവിടെയാണ് ഞാൻ ചോദിക്കട്ടെ. എക്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമ്മുടെ പഴയ ട്വിറ്റർ. എക്സിന് നിങ്ങൾ കയറി പരിശോധിച്ചാൽ പല പ്രൊഫൈലിൽ പോയാൽ മലയാളി പെൺകുട്ടികളുടെ ഗ്രൂപ്പുകളും പ്രൊഫൈലുകളും ഉണ്ട്. ഇവിടെ അൺലിമിറ്റഡ് പോൺ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറയട്ടെ, ഇത് ഇവരുടെ പ്രൊഫഷണലായി ഇതിനു വേണ്ടി ചെയ്യുന്നതല്ല. ഇത് ആസ്വദിക്കുന്നതിനിടയിൽ പകർത്തുന്ന വീഡിയോകളും ഓഡിയോയും ഒക്കെയാണ്. ഇതിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കമന്റ് ഇടുന്നതും ഷെയർ ചെയ്യുന്നതും പെൺകുട്ടികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അത് ശരി, നിങ്ങൾ പെൺകുട്ടികളെ, ഞാൻ പെൺകുട്ടികളും മറ്റേ മാലാഖമാരാണെന്ന് സമർത്ഥിക്കല്ലോ. ഇവിടെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല ഈ വൃത്തിയോട് കാണിക്കുന്നതിന്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കുട്ടികളെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടുണ്ടാവുന്നു? ഇതുപോലുള്ള ചാനലുകളുടെ ആപ്ലിക്കേഷന്റെ അതിപ്രസരം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സ്വന്തം കുഞ്ഞ് റേപ്പ് ചെയ്യുമ്പോൾ മാത്രം ഞാൻ പറയട്ടെ, ഈ പോൺ സൈറ്റുകൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ റേപ്പിന്റെ റേറ്റ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ കുറയുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോർമൽ റേറ്റ് കുറഞ്ഞെങ്കിലും ഇപ്പൊ പോക്സോ കേസുകളിൽ അല്ലെങ്കിൽ കുട്ടികൾ അണ്ടർ 10 ഏറ്റവും കൂടുതൽ റേപ്പ് ചെയ്യുന്ന നാട് കേരളത്തിൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ പോക്സോ കേസുകളിൽ പകുതിയിൽ കൂടുതലും സ്വന്തം കുടുംബങ്ങളിലാണ് ഈ സംഭവിക്കുന്നത്. ഈ പോക്സോ കേസിൽ പ്രതികളാവുന്നത് ചെറുപ്പക്കാരല്ല, പ്രായമായവരാണ്. അത് മനസ്സിലാക്കണം. 60 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് കൂടുതലായും പോക്സോ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അവർക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയില്ലെന്നേ. അവരുടെ അതുകൊണ്ടായിരിക്കും 6 വയസ്സുകാരിയായ മറ്റേ തമിഴ്നാട്ടിലെ പെങ്കൊച്ചിനെ കിളവനാണോ റേപ്പ് ചെയ്തത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള വിരലിലെണ്ണാവുന്ന കേസുകളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ അധികവും പ്രായമായ ആളുകളാണ് ഈ പോക്സോ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നത്. ഈ പോക്സോ കേസുകളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമ്മൾ ചർച്ച വെടിതിരിച്ചു വിടുന്നില്ല. എന്നാൽ പോലും ഈ ടെക്നോളജി ഉള്ള സ്മാർട്ട് ഫോണുകളുള്ള അല്ലെങ്കിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപയോഗിക്കാൻ അറിയാവുന്ന പല ആളുകളും ഇത്തരത്തിൽ അവർക്കുണ്ടാകുന്ന വികാരങ്ങളെ ശമിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് പെണ്ണുങ്ങളോട് അതിക്രമം കാണിക്കാനോ തിരിച്ച സ്ത്രീകൾക്ക് പുരുഷനോട് അതിക്രമം കാണിക്കാതോ ഇരിക്കാനുള്ള കേരളത്തിലല്ലേ ജീവിക്കുന്നത്? താങ്കളൊരു മാധ്യമപ്രവർത്തനാണല്ലോ, താങ്കൾക്കറിയാം ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ സ്ത്രീകൾ നേരിടുന്ന ഒരു നാടാണ് ഭാരതം. ഈ നമ്മൾ കേരളം മാത്രം പറയണ്ട, ഭാരതം. ഈ പറയുന്ന ഈ വ്യക്തി, ഈ രണ്ട് വൈഷ്ണവിയും ഈ ഷിനുരാജ്, എന്താണ് ഇതിന്റെ പേര്, ഈ രണ്ട് വ്യക്തികളും ഈ പറയുന്ന ആപ്ലിക്കേഷൻ കേരളത്തിൽ മാത്രം അല്ലല്ലോ കാണുന്നത്, ലോകം മുഴുവൻ കാണുന്നത്, ഇന്ത്യ മുഴുവൻ കാണുന്നത്. അപ്പൊ ഒരു പോൺ വ്യവസായമാക്കി അവർ മാറ്റി വെച്ചിരിക്കുകയാണ്. പോൺ സൈറ്റുകളിൽ മല്ലു ഗേൾസിനും മല്ലു കപ്പിൾസിനും കുട്ടികളുടെ വീഡിയോകൾ കണ്ടുന്നത് നിയമവിരുദ്ധമാണ്. അത് ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. കുട്ടികളുടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്, കാണുന്നത്, ഫോണിൽ സൂക്ഷിക്കുന്നത് ഇവ നിയമവിരുദ്ധമാണ്. നിങ്ങൾ അറസ്റ്റിലാകും, തടവിൽ കിടക്കാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. അത് കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. പ്രായപൂർത്തിയായ 18 വയസ്സിന് മുകളിലേക്കുള്ള ഈ പറയപ്പെടുന്ന ആളുകളുടെ ഇവര് മാത്രമല്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞത് മല്ലു ഗേൾസ്, മല്ലു ബോയ്സ്, മല്ലു കപ്പിൾസ്, ഇവർക്കൊക്കെ ഈ ഹാഷ്ടാഗുകൾക്ക് ഭയങ്കരമായ അതിഭീകരമായ ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരും ഇവരുടെ ഇഷ്ടപ്രകാരം ഇത് ചെയ്യുന്നു. അത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഈ പറയപ്പെടുന്ന പബ്ലിക്കിന്, ഈ സദാചാര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവർക്ക് കുറ്റം പറയാം, തെറ്റ് ചെയ്യാത്തവർക്കല്ല. ഞാൻ സിമ്പിളായി പറയും, തെറ്റ് ചെയ്യാത്ത ഒരു നമ്മുടെ സദാചാര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇത് തെറ്റാണ്. കാരണം ഇവർക്ക് കുടുംബമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പൊറ്റ ചാനലിൽ ഈ ചർച്ച സംസാരിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഈ കുട്ടികളോട്, നമ്മുടെ ഓഫീസിലെ പിള്ളേരോട് സംസാരിക്കും. ഞാൻ വെച്ച് ഇവർക്ക് അയൽവക്കാരുണ്ടാവില്ലേ, ഇവർക്ക് അച്ഛനും അമ്മയും ഉണ്ടായില്ലേ, ഇവരൊക്കെ ഇത് കാണുമ്പോൾ എന്താണ് ഇവർ പുറത്തിറങ്ങാറില്ല, ഇനി ആ വീട്ടിൽ റൂമിൽ തന്നെ അടച്ചുപൂട്ടിയിരിക്കണം, അതായിരിക്കില്ലല്ലോ എന്തായാലും. ഇത് മാത്രമല്ല, ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ പോൺ കപ്പിൾസ് ആണെന്ന് ഇവർ പറയുമ്പോഴും ഈ വീഡിയോ എടുക്കാൻ ഇതിലൊരു പുറത്തൊരു ക്യാമറമാന്റെ സഹായമുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഉണ്ട്. അവരത് പ്രൊഫഷണൽ ആയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിനെ അനുകൂലിക്കണോ പ്രതികൂലിക്കണോ എന്നറിയാൻ വയ്യാത്ത ഒരു അവസ്ഥാവിശേഷത്തിലാണ് നമ്മളെല്ലാവരും. അപ്പൊ പിന്നെ ഇത് ഒരുപാട് വലിപ്പം നോക്കൂ. മലയാളത്തിലൊരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വേണ്ടി ഘോരഘോരം സംസാരിക്കുന്ന ഒരാളുണ്ട്. ചുംബന സമരത്തിന്റെ നായികയായിട്ടൊക്കെ വന്ന ഒരാള്, രശ്മി ആർ നായർ. രശ്മി ആർ നായരും ഇത് ചെയ്യുന്നുണ്ട്. രശ്മി ആർ നായരുടെ നേക്കഡ് വീഡിയോസും അവരുടെ ഇന്റർകോഴ്സ് ചെയ്യുന്ന വീഡിയോസും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അത് ഉള്ളതുള്ള പോലെ പറയാലോ, ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പല ആപ്ലിക്കേഷനും പൈസ കൊടുത്താൽ ഇത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് ഭർത്താവിനുമായിട്ടുള്ളതല്ല, മറ്റു വല്ലതുമായിട്ടുള്ളതായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണം, ഞാൻ ആക്ഷേപിക്കുകയല്ല. അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്കും. നോക്കൂ, അത്തരത്തിലുള്ള ആളുകൾ, അവർ ഫേമസ് ആയതുകൊണ്ടാണ് അവരുടെ പേര് പറഞ്ഞത്. ഈ ഫേമസ് അല്ലാത്ത എത്രയോ പേരുണ്ട്. നോക്കൂ, ഒരു കാലത്ത് ഷക്കീലയുടെ പേര് നേരത്തെ പറഞ്ഞു, ഷക്കീല, രേഷ്മ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഒരു സമയത്ത് മലയാളം സിനിമാ ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു നിർത്തിയിരുന്നു. ഇവർ തന്നെ പിന്നീട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ
ഈ പറയപ്പെടുന്ന ലവ് മേക്കിംഗ് സീനുകളൊക്കെ എടുത്തതിന് ശേഷം ഇവരുടെ കുളിച്ചിന് ഏറ്റവും വൃത്തിയുള്ള നായകന്മാരായിരുന്നു ഇവർ. കാരണം ഒരു സിനിമയിൽ തന്നെ 10 തൊട്ട് ഇവർ കുളിക്കും. അപ്പൊ ഇവരുടെ ലവ് മേക്കിംഗ് സീനുകളൊക്കെ എടുത്തതിന് ശേഷം ഇവരുടെ ശാരീരിക ഘടനയോട് സാമ്യമുള്ള മറ്റു ജൂനിയർ ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്ത് ഇവരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇവരുടെ നഗ്ന ശരീരമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഇത് സ്ക്രീനുകളിൽ കാണിച്ചിട്ടുണ്ട്. അന്ന് ഈ ബി ഗ്രേഡ് സിനിമകൾ പ്രവർത്തിപ്പിക്കുന്ന എ സർട്ടിഫിക്കറ്റ് സിനിമകൾ പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് ഈ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഇന്റർവെല്ലിന്റെ സമയത്തൊക്കെ ഈ പ്യുവർലി സെക്സ് വീഡിയോസ് ഇത് പ്ലേ ചെയ്യും ആളുകളുടെ സുഖത്തിനുണ്ട്. ഇവര് തിയേറ്ററുകളിൽ കയറുന്ന എന്തിനാ? അവരാ ഇത് ലൈംഗികതയുള്ള സിനിമയാണ്, ഇത് ഏപ്പടമാണ്, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ തിയേറ്ററുകളിലേക്ക് കയറുന്നത്. അങ്ങനെ തിയേറ്റർ ഇല്ല. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മുടെ ജനത്തോട് ചെയ്ത ഏറ്റവും വലിയ ഉപകാരം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ കൊട്ടാരക്കരയിൽ കോളേജ് ജംഗ്ഷനിൽ ശാന്തി തിയേറ്റർ എന്നൊരു തിയേറ്റർ ഉണ്ട്. ആലപ്പുഴ ഇപ്പൊ പൊളിഞ്ഞു കിടക്കാണ്. അപ്പൊ ഞാൻ പോയിട്ടില്ല കേട്ടോ സിനിമ. ആലപ്പുഴയിലും ഉണ്ട് അങ്ങനെ ഒരു തിയേറ്റർ. ഞാൻ തിയേറ്ററിൽ പോയിട്ട് ഈ സൈസ് പടം കണ്ടില്ല. പണ്ടേ ഞാൻ ഈ തിയേറ്ററിൽ പോയി പടം കാണാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എങ്ങാണ്ട് ആരോടും അറിയാതെ ഒറ്റയ്ക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയി കണ്ട സിനിമ മറ്റേ അങ്ങനെയുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത മറ്റേ പിള്ളേരൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ട്, സ്കൂളിലെ കഥ പറയുന്നത്. ഇപ്പൊ നോട്ട്ബുക്ക് ഈ സിനിമയാണ് ഞാൻ +2 പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് കണ്ടിട്ടുള്ള ആകെ സിനിമ. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ് കട്ട് ചെയ്ത് കൊണ്ട് ആവശ്യമൊന്നുമില്ല. കാരണം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചത് നമുക്ക് കോളേജിൽ തന്നെ തിയേറ്റർ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള സിനിമ ഈ വേൾഡ് ക്ലാസിക്കുകളൊക്കെ വന്നിരുന്ന പ്ലേ ചെയ്യുമ്പോൾ ഞങ്ങളോട്ടൊന്ന് ബിഗ് ബിഗ് ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ഞങ്ങളുടെ ഈ ഭൂട്ടാനീസും തമിഴ്നാട്ടിൽ നിന്നുള്ളവരും അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഇവരുടെ മലയാള സിനിമ എന്ന് പറയുമ്പോൾ ഇവര് കാണാൻ ആഗ്രഹിക്കുന്നത് വാനപ്രസ്ഥവും അങ്ങനെയൊക്കെയുള്ള സിനിമകളാണ്. അപ്പൊ നമ്മളവിടെ ബിഗ് ബിഗ് ഇട്ട് കൊടുക്കും. ഇതൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ സ്വാഭാവികമായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ലൈംഗിക ദാരിദ്ര്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ശമിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടി പോകുന്നവരാണ് ഇവരൊരു വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇത് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. ഇത് ചെയ്യുന്ന വേറെ പണിയൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്ന ആദ്യത്തെ ആളുകളല്ല ഇവർ. നോക്കൂ, എക്സ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സിൽ സ്ത്രീകളുടെ പ്രൊഫൈലിൽ വരുന്ന, അത് മാത്രമല്ലെന്നേ, ഈ എക്സ് ഒക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചില ഗ്രൂപ്പുകളുടെ പേരും അതിനകത്ത് വരുന്ന കമന്റുകളും അതിനകത്ത് വരുന്ന നിർദ്ദേശങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ രക്തബന്ധത്തിന് പോലും ഒരു വിലയില്ലാതെ തോന്നിപ്പോ. ഇത് പെൺകുട്ടികളാണെന്ന് എന്താ എത്ര ഉറപ്പെന്ന് ചോദിച്ചാൽ അവരുടെ വോയിസ് അടക്കം അതിനകത്തുണ്ട്. നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് പല ഗ്രൂപ്പുകളിലേക്ക് പോകാം. പല സോഷ്യൽ മീഡിയ ചാറ്റിംഗ് ആപ്ലിക്കേഷന്റെ ഗ്രൂപ്പുകളിലേക്ക് പോകാൻ പറ്റും. ആ ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരുടെ മേളമാണ്. അതിഭീകരമായ ഒരു നാശത്തിലേക്കാണ് തോന്നുന്നു നമ്മുടെ സമൂഹം. നാശത്തിനാണോ നല്ലതിനാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എടുക്കാം, രക്തബന്ധത്തിന് പോലും വിലയില്ലാത്ത ഇത് നാശത്തിനാണെന്ന് ഞാൻ പറഞ്ഞ ഈ ടീമുകളൊക്കെ പറയാൻ എനിക്ക് തന്തവയവാണ്. അതുകൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. എന്ത് തന്നെ ആയാലും അവരിപ്പോ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആണ്. ഇൻസ്റ്റാഗ്രാമിൽ കയറിയിട്ട് വെറുതെ സെർച്ച് ബോക്സിൽ വി എന്ന് അടിച്ചാൽ തന്നെ ഈ ഇവരുടെ സജഷനാണ് വരുന്നത്. അപ്പൊ എന്തായാലും അവരവിടെ ജീവിക്കട്ടെ. മറ്റുള്ളവർക്കൊരു ഉപദ്രവമാകാത്തിടത്തോളം കാലം അവർ ഉപദ്രവമല്ല. അതെ.